ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ചേലക്കരയിൽ ആത്മീയ പ്രഭ ചൊരിഞ്ഞ UPF 33ാമത് വാർഷിക കൺവെൻഷൻ ആരംഭിച്ചു. മേപ്പാടം ഷാലു നഗറിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ പ്രഭാഷകർ വചന സന്ദേശം നൽകി. ചേലക്കരയുടെ ആത്മീയ ഹൃദയമായ മേപ്പാടം ഷാലോ നഗറിൽ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും പ്രഭ ചൊരിഞ്ഞുകൊണ്ട് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ 33ാമത് വാർഷിക കൺവെൻഷന് പ്രൗഢോജ്വലമായി തുടക്കമായി. വെള്ളിയാഴ്ച വൈകിട്ട് ആത്മീയ നിറവിൽ നടന്ന ചടങ്ങ് UPF പ്രസിഡന്റ് പാസ്റ്റർ ഡേവിഡ് T. എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. രാത്രിയിൽ ദൈവത്തെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കിയ നല്ല സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റ് വിവിധമായിരിക്കുന്ന ദൂഷ്യ പ്രവർത്തികൾക്കൊക്കെ അടിമകളായി തീർന്ന പാപത്തിന്റെ അഗാധങ്ങളിൽ കിടന്ന നാശത്തിലേക്ക് പോയ ഒരു വലിയ ജനക്കൂട്ടം ഇന്നിവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ പറയാനായിട്ട് കഴിയും. ഒരു കാലത്ത് ഞാൻ മദ്യപാനിയായിരുന്നു, പാപത്തിന്റെ അടിമത്തിലായിരുന്നു, ശാപത്തിന്റെ കെട്ടിലായിരുന്നു, രോഗത്തിന്റെ കുടുക്കിലായിരുന്നു. എന്നാൽ ഇതിനെല്ലാം വിടുവിക്കുവാൻ സർവശക്തനായ യേശു കർത്താവിനെ തന്റെ പിതാവ് തന്റെ മഹിമയോട് അയച്ച ആ സദ്വർത്തമാനത്തെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ VC എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉദ്ഘാടന ശുശ്രൂഷ നിർവഹിക്കാൻ ബഹുമാനീയനായ കർത്തദാസിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുന്നു. കർത്തദാസിനെ കുടുംബത്തെ എല്ലാം സർവശക്തനായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നാം സ്തോത്രകാഴ്ച എടുക്കുവാനായിട്ട് പ്രമുഖ പ്രഭാഷകൻ പാസ്റ്റർ അനീഷ് ഏലപ്പാറ വചന സന്ദേശം നൽകി. 3 ദിവസം യേശു പ്രസംഗിച്ചപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ബാലകൻ ആ ഫുഡിൻ്റെ കാര്യം മറന്നുപോയി. ഫുഡ് കഴിക്കാതെ അവൻ ഈ പ്രസംഗത്തിനകത്തിങ്ങനെ ഇഴുകി അങ്ങ് ചേർത്ത് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഇങ്ങനെ ലയിച്ചു. ഫുഡ് മറന്നുപോയി. അത്ര ടോപ്പ് മെസ്സേജ്. അപ്പം ആ മെസ്സേജുകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്റ്റേജ് ഇല്ലായിരുന്നു അന്നിങ്ങനെ. സ്റ്റേജ് ഇല്ല. അത് മാത്രമല്ല, സ്റ്റേജിൽ ഇരുന്നിങ്ങനെ 3 ദിവസം പ്രസംഗിക്കാനേ പറ്റത്തില്ല. പിന്നെ യേശുവിൻ്റെ പ്രസംഗം ഞാൻ മനസ്സിലാക്കുന്നത് നടന്നായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ പുരുഷാരം ഇങ്ങനെ നിൽക്കില്ലേ, സൗണ്ട് സിസ്റ്റം ഒന്നും ഇല്ല. ഇങ്ങനെ കടൽക്കര നിറയെ, മരുഭൂമിയിൽ നിറയെ ഇങ്ങനെ ജനം ഇങ്ങനെ തിങ്ങി പാർക്ക്, ഭയങ്കര ക്രൗഡഡാണ്. ഇവരെ അഭിസംബോധന ചെയ്യാനുള്ള പ്രയാസം ഉള്ളത് കൊണ്ട് കർത്താവ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ നടന്ന് ചെന്ന് ഇങ്ങനെ നടന്നാണ് പ്രസംഗിക്കുന്നത്. ഓരോരുത്തരെ കണ്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിനകത്ത് യേശു പറയുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവരെ കണ്ടുകൊണ്ടാണ്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ആ കുറച്ച് പേർ ദുഃഖിക്കുന്നവർ ദുഃഖിക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കുറച്ചങ്ങോട്ട് ഹൃദയശുദ്ധിയുള്ളവരെ കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെയുള്ള ഭാഗ്യവാന്മാർ. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവരെയൊക്കെ കണ്ടും സ്കാൻ ചെയ്തു നോക്കിയാണ് പ്രസംഗിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളറകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കർത്താവിൻ്റെ പ്രസംഗങ്ങൾ. ഭാരതപ്പുഴ കൺവെൻഷൻ സെക്രട്ടറി PK ദേവസി ആശംസകൾ നേർന്നു. ശനിയാഴ്ച രാത്രി പാസ്റ്റർ സുഭാഷ് കുമരകവും ഞായറാഴ്ച സമാപന സമ്മേളനത്തിൽ ചർച്ച് ഓഫ് ഗോഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് റവറന്റ് ജോമോൻ ജോസഫും മുഖ്യപ്രഭാഷണം നടത്തും. സന്തോഷ് ജോബ്, സിബി ബേബി, എബിൻ തട്ടാറ എന്നിവർ നയിക്കുന്ന UPF കൊയറിന്റെ സംഗീത ശുശ്രൂഷയും കൺവെൻഷന്റെ പ്രധാന ആകർഷണമാണ്. രോഗികൾക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ കൺവെൻഷന്റെ ഭാഗമായി നടക്കും. യോഗത്തിന് ശേഷം വിവിധ ദിക്കുകളിലേക്ക് വാഹന സൗകര്യവും ഒരുക്കിയിട്ടുള്ളതായും സംഘാടകർ അറിയിച്ചു. CCV ന്യൂസ്.